ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു മലബാറി പാൽവാഴക്ക ഉണ്ടാക്കിയാലോ? ഞാനിത് പാൽവാഴക്കാന്ന് ഒരു ഇതിൽ പറഞ്ഞു. ഇപ്പം ഞങ്ങളെല്ലാവരും പാലായക്ക ഇതെനിക്ക് പാലായക്ക പണ്ട് മുതലേ ഇഷ്ടമില്ല. അധികം നമ്മൾ മരിച്ചോടത്തൊക്കെ കേട്ടോ ഈ പാലായക്ക 3-നും ആണ്ടിനും 40-നും ഒക്കെയാണ് ഉണ്ടാവല്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? സാവനരി ഒന്ന് വേവിക്കാൻ വെക്കട്ടോ. നല്ലോണം കഴുകി സാവനരി വേവിക്കാൻ വെച്ച് പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. കോരിയെടുക്കുക. അതിലേക്ക് തന്നെ ആ നെയ്യിലേക്ക് തന്നെ നമ്മുടെ പഴം ഒന്ന് നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. പണ്ടുള്ളവരൊന്നും ഇങ്ങനെയല്ല, കാരണം അങ്ങനെ തന്നെ നേന്ത്രപ്പഴം മുറിച്ചിടലാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നല്ല ടേസ്റ്റ് കൂടും കേട്ടോ, നെയ്യും ഒക്കെ ആയിട്ട്. അപ്പോഴേക്കും ഞാൻ ഒരു പാക്കറ്റ് പാലൊഴിച്ച് അതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മൾ പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടാവും ഇങ്ങനെ വെക്കുമ്പോൾ. അതും ഇട്ട് ഇനി ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് തിളച്ച് നല്ലോണം കുറുകി വരുമ്പോഴേക്കും നമ്മൾ വാട്ടി വെച്ച നേന്ത്രക്കായും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും കേട്ടോ. നമ്മൾ പാൽവാഴക്കാന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു വെള്ള കളറാണല്ലോ, പക്ഷെ അത് ഈ പഴം വാട്ടിയത് കൊണ്ട് ഈ കളറാകുന്നതാണ് കേട്ടോ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു നുള്ള ഉപ്പും ഇട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി പാല് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടോ. ചൂടാക്കിയ പാല്, നല്ല തിളപ്പിച്ച പാലൊഴിച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി വാട്ടാൻ വെച്ച് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്ത് പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ളി വാട്ടിയതും നമ്മുടെ അണ്ടിയും മുന്തിരിയും വാട്ടി വെച്ചതും അങ്ങനെയെല്ലാം കൂടിയിട്ട് വേഗം മൂടി വെച്ചിട്ടോ. കാരണം അതിൻ്റെ നറുമണം എവിടെയും പോകരുത്. പിന്നെ തുറന്നപ്പോൾ നല്ല മണമായിരുന്നു. നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് വേഗത പാലായക്ക റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.